തൃശൂർ പറപ്പൂർ ചാവക്കാട് റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സിൽ നിന്ന് യാത്രക്കാരൻ പുറത്തേക്ക് വീണു. പുറത്തേക്ക് വീണ യാത്രക്കാരന് ഗുരുതരമായി പരിക്കേറ്റു. വ്യാഴാഴ്ച രാവിലെ 10 മണിയോടെ പൂച്ചക്കുന്ന് ഇറക്കത്തിലെ വളവിൽ വെച്ചാണ് അപകടമുണ്ടായത്. പണ്ടാരക്കാട് സ്വദേശിയായ സുലൈമാനാണ് പരിക്കേറ്റത്. തൃശൂരിൽ നിന്ന് ജോണീസ് ബസ്സിൽ കയറി പണ്ടാരക്കാടുള്ള വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെയായിരുന്നു സംഭവം. താമരപ്പള്ളി സ്റ്റോപ്പിന് മുമ്പായി സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് ബസ്സിന്റെ പിൻവാതിലിനോട് ചേർന്ന് നിൽക്കുകയായിരുന്നു. പൂച്ചക്കുന്ന് ഇറക്കത്തിലെ വളവിലെത്തിയപ്പോൾ ഡ്രൈവർ പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടിയതിനെ തുടർന്ന് സുലൈമാൻ പിൻവാതിലിലൂടെ പുറത്തേക്ക് തെറിച്ചു വീഴുകയായിരുന്നു. അപകടത്തിൽ പരിക്കേറ്റ അദ്ദേഹത്തെ ആദ്യം പാവർട്ടിയിലെ സാന്റ് ജോസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. മാസങ്ങൾക്ക് മുമ്പും ഇതേ പൂച്ചക്കുന്ന് വളവിൽ ബസ്സിൽ നിന്ന് യാത്രക്കാരി വീണ് മരണപ്പെട്ടിരുന്നു. സമാന രീതിയിലുള്ള അപകടം വീണ്ടും ഉണ്ടായതോടെ ഈ വളവിൽ സുരക്ഷാ നടപടികൾ ശക്തമാക്കണമെന്നും ബസ്സുകളുടെ വാതിൽ സുരക്ഷ ഉറപ്പാക്കണമെന്നും പ്രദേശവാസികളും യാത്രക്കാരും ആവശ്യപ്പെട്ടു. സംഭവത്തിൽ ബന്ധപ്പെട്ട അധികൃതർ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സ്ഥിരമായിട്ട് ഒരു അപകടം ഉണ്ടാകുന്ന ഒരു വളവായി മാറിയിരിക്കുകയാണ് നമ്മുടെ ഈ പൂച്ചക്കുന്ന് ഇറക്കം. താമരപ്പള്ളിക്ക് തിരിഞ്ഞു വരുന്ന ഈ വളവ് സ്ഥിരമായ അപകടങ്ങളാണ്. നമ്മുടെ അധികാരികൾ ഈ ഒരു ഭാഗം തീരെ ശ്രദ്ധിക്കാത്തത് മൂലം മുന്നേ അപകടമുണ്ടായി ഒരു മരണം സംഭവിച്ചു. ഇന്ന് കാലത്ത് ഒരു ആൾ വണ്ടിയിൽ നിന്ന് വീണു. അതുപോലെ ബൈക്കുകൾ മറിഞ്ഞു വീണു. ഇവിടുത്തെ ഈ കുഴി കണ്ട് പേടിച്ച് കാറുകാരും മറ്റുള്ള വാഹനങ്ങളും ബ്രേക്ക് പിടിക്കുമ്പോൾ മൂട്ടിൽ വന്ന് വേറെ വണ്ടികൾ ഇടിക്കുന്നു. അങ്ങനെ സ്ഥിരം എന്നും പോലെ അപകടങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന് വേണ്ട ഒരു ശാശ്വത പരിഹാരം ഇവിടെ അധികാരികൾ കാണണം. പോലീസ് അധികാരികളോ അല്ലെങ്കിൽ PWD അല്ലെങ്കിൽ ബന്ധപ്പെട്ട അധികാരികൾ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്ത് ഇവിടെ അപകടം ഒഴിവാക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ കുന്നത്തുനിന്ന് ഒഴുകി വരുന്ന മഴ പെയ്ത് ഒഴുകി വരുന്ന വെള്ളം, ശക്തമായി വരുന്ന വെള്ളത്തിൽ മണ്ണും ചളിയും കൂടി ഒഴുകി വന്നിട്ടാണ് ഇവിടെ ഈ റോഡ് തകരുന്നത്. അത് ഒന്നെങ്കിൽ ടാറിങ് ഇത്തിരി കനത്തിലോ അല്ലെങ്കിൽ അവിടെ ഒരു കാന നിർമ്മിച്ചിട്ടോ അല്ലെങ്കിൽ കട്ട വിരിക്കാനുള്ള സൗകര്യം എന്ത് ചെയ്തിട്ടായാലും വേണ്ടില്ല ഇവിടെ ഈ അപകടവളവ് എന്നുള്ള പേര് ഒന്ന് മാറ്റിയെടുക്കണം എന്നാണ് ഞങ്ങൾക്ക് ഇവിടെ പറയാനുള്ളത്.